ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്തിന് നമ്മളെല്ലാ ഡോക്ടറോടും സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് എമർജൻസി എന്തായിരുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ കൊടുക്കാനുള്ള ഈ ഒരു ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ട എന്താ എമർജൻസി ആയിരുന്നു, സിറ്റുവേഷൻ ആയിരുന്നു എവിടെയെന്നുള്ളതാണ് മറ്റു ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്നത് ആര്യ അന്തർജനം എന്ന് പറയുന്ന ഡോക്ടറാണ്. അതാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടർ. ആ ഡോക്ടറും പിന്നെ ആരതി എന്ന് പറയുന്ന ഡോക്ടറും ആണ്. ആശ എന്ന് പറയുന്ന ഡോക്ടറും ആരതി എന്ന് പറയുന്ന ഡോക്ടറുമാണ് പീഡിയാട്രിഷ്യനും പ്ലാസ്റ്റിക് സർജന്റെ ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. അവര് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇപ്പം 2 ദിവസം കൊണ്ട് തന്നെ മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു എമർജൻസി എന്തായിരുന്നു എന്നുള്ളതും അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ സ്വാഭാവികമായിട്ടുള്ള മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഒരു കല മാത്രം ഉള്ളതുപോലെ ആണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ പോലീസിന്റെ ഇന്റിമേഷൻ കഴിഞ്ഞ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ മാത്രമാണ്. പിന്നെ അവിടെ അനസ്തേഷ്യ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവർ പറയുന്നത് 1000-ൽ ഒരാൾക്ക് 10,000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു തരത്തിലില്ല. ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങി എന്നല്ലാതെ അതിന്റെ ഒരു സീരിയസ്നെസ്സും രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ അങ്ങനെ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടി അവര് നിന്നില്ല എന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. അതില് ഇങ്ങനെ കൊടുത്ത് ഹോസ്പിറ്റലിൽ കയറ്റി ഇങ്ങനെ പോയ തന്നെ അവിടെ റെഡ് അലർട്ട് അടിക്കുക. എല്ലാ ഡോക്ടർമാരും വന്ന് ഹാർട്ട് അറ്റാക്കിന് ശേഷം CPR കൊടുത്ത് പൾസ് റീഗെയിൻ ചെയ്തു എന്നാണ് അവര് നമ്മളോട് പറഞ്ഞത്. എല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കണ്ണൂരേക്ക് മാറ്റുക. ഇവർ തന്നെ ഹോസ്പിറ്റലായ BMHലേക്ക് കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതിനൊക്കെ കൂടിയാണ് നിങ്ങൾ ഒപ്പിട്ട് തന്നത് എന്നുള്ള ഒരു തികച്ചും എന്താ പറയാ മനുഷ്യത്വരഹിതമായ സംസാരമാണ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ എത്തി നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആക്കി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ നല്ല സീരിയസ് ആണ്. 48 മണിക്കൂർ MRIക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റും. ബ്രെയിനിൽ എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പയ്യന്നൂര് ഡോക്ടർമാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവര് ഒരു തരത്തിലും ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത് സംഭവം. തിങ്കളാഴ്ച രാത്രി നമ്മൾ തിങ്കളാഴ്ച 3 മണി മുതൽ അവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ് അവര് സംസാരിക്കാൻ പോലും തയ്യാറായത്. അത് 48 മണിക്കൂർ MRI എടുത്തപാടും ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു 75% ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെന്റിലേറ്ററിലാണ് ഇത്രയും ദിവസം കുട്ടി കഴിഞ്ഞിരുന്നത്. ഇന്നലെ രാത്രിയോടെ വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനല്ല നമ്മളെ ഇത് പറയുന്ന ഈ ഒരു ചെറിയൊരു മുറിവിന്റെ പേരിൽ ഒരു 2 സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മുറിവിന്റെ ഇതില് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മെഡിക്കൽ എന്താ പറയാ ഒരു ഡോക്ടർ 1000-ൽ ഒരാൾക്ക് പറ്റുന്ന സംഭവം അൺപ്രെഡിക്റ്റബിൾ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അവര് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? അവരെ ബിസിനസ് താല്പര്യങ്ങളാണോ, അവരെ എന്ത് താല്പര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി എന്താണ് അവരെ അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവിന് പോലും പോകുന്ന ഒരു ഇതില് നമ്മൾ ബേബി മെമ്മോറിയലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എന്താ ഏറ്റവും ഏറ്റവും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഒരു മാതമംഗലം ആശുപത്രി പോയ 2 സ്റ്റിച്ച് ഇടണം. അവര് കുട്ടി ആയതുകൊണ്ട് നമ്മൾ മാതമംഗലം ബേബി പയ്യനൊരു ഹയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബേബി മെമ്മോറിയൽ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോ ആ ഒരു വിശ്വാസത്തിനെ അവരെ ബിസിനസ് താല്പര്യങ്ങളും മറ്റും കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നത് ഒരു തരത്തിലും നമുക്ക് ഒരു മനുഷ്യത്വരഹിതം തന്നെയാണ് പറയേണ്ടത്. അവര് അതിനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ചെറിയൊരു എല്ലാവർക്കും കുട്ടികളാകുമ്പോൾ താടിക്ക് വികുന്നതും മുറിയുന്നതും ഒക്കെ സാധാരണയാണ്. അതും ഈ കുട്ടിയുടേത് ഒരു 1-2 സ്റ്റിച്ച് മതിയാവും എന്നാണ് മാതാമംഗലത്തെ ആദ്യം പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ പോലും പറഞ്ഞത്.
അവിടെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി ഇത്രയും ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയണം. അതിന് അവിടെ ഈ അനസ്തേഷ്യ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ ഡോക്ടർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അതൊക്കെ പുറത്തു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മാനേജ്മെന്റ് ആയാലും അവരെല്ലാവരും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒതുക്കി തീർത്താൽ നാളെയും ഇത് ആവർത്തിക്കും. ഇത് നമുക്ക് മനസ്സിലാവും. നമ്മളെ വാർത്താ ചാനലുകളൊക്കെ ഇന്നലെ വരുന്ന അടിയിലെ കമന്റ് വായിച്ചാൽ അവിടെ ഉണ്ടായിട്ടുള്ള പൂർവ്വകാല വീഴ്ചകളും അവരെങ്ങനെയാണ് എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാവും. അത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് എത്രത്തോളം മെഡിക്കലി എത്രത്തോളം നമുക്ക് ഇതിനെ ഇത്രയും വലിയ ലോബിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിന്റെ അവസാനം വരെ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ അവസാനം വരെ പോരാടണം തന്നെയാണ് നമ്മളിപ്പം പയ്യന്നൂർ ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അതില് നീതിയുക്തമായ അന്വേഷണം നടക്കും എന്ന് അവര് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നമുക്ക് അറിയാം ഇവരെ ഉന്നതതലത്തിലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ബലമായ സംശയമുണ്ട്. അത് ഒരു നമ്മളിപ്പം ഒരു ഡോക്ടർക്കെതിരെ മാത്രമാണ് എഫ്ഐആർ വന്നിട്ടുള്ളത്. അത് മാനേജ്മെന്റ് മൊത്തം ഈ എല്ലാ ഡോക്ടർമാർക്കെതിരെയും അവിടെ ഉണ്ടായ മറ്റു ഡോക്ടർമാർക്ക് ഇത് അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എന്ന് പറയുന്നത് കൊടുക്കുമ്പം വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മെഡിക്കൽ ഇതാണ്. അത് നമ്മളിപ്പം മറ്റ് ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഇത്ര ഒരു ചെറിയൊരു മുറിവിന് ഒരിക്കലും അനസ്തേഷ്യ ആരും സജസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് അല്ല, ഒരിക്കലും അല്ല. ഇത് ഒരു അനസ്തേഷ്യ കൊടുത്ത ഒരു ഡോക്ടർ മാത്രം വന്ന വീഴ്ചയല്ല. ഇത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ട് അത് ഒരു ചെറിയൊരു മുറിവ് പോലുമായിട്ട് പോകുന്ന കുട്ടിയെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ചികിത്സാ രീതികൾ കൊണ്ടുപോകുന്നുള്ള എന്താണ് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു, അത് സജസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, അതൊക്കെ ഡോക്ടർമാർക്കെതിരെ നിങ്ങൾ നടപടി വേണമെന്ന് തീർച്ചയായും വേണം. ഇതിപ്പോ നിങ്ങൾ കുടുംബം ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് മറ്റും നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനായി പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുപോകും. അതിനുശേഷം ആലോചിച്ചിട്ട് പറയാം.